സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഗിരിയും രജനിയും കൂടി ചന്ദ്രോത്ത് വരുമ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇന്ന് കാറിന് വന്നേന്ന്. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട്, അതൊരു വിശേഷമുണ്ട്. എന്താ വിശേഷം, സ്ഥലം മാറ്റം എന്തെങ്കിലും കിട്ടിയോയെന്ന് ചോദിക്കുമ്പം അതൊന്നുമല്ല. ആ സമയത്ത് ദേവികയാണെങ്കിൽ രജനിയോട് ചോദിക്കുന്നുണ്ട്, എന്താ രജനി ചേച്ചി എന്തോ ഒരു സന്തോഷമുള്ള പോലെയാണല്ലോ തോന്നണേന്ന് ചോദിക്കുമ്പം രജനിയും ഈ ദേവികയോട് ഒന്നും പറയണില്ല, ചിരിച്ചുകൊണ്ട് നിന്നിട്ട് ഗിരിയോട് ഗിരി പറ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട്, ഒന്ന് അടങ്ങൻ്റെ രജനി അമ്മായിന്ന്. ആ സമയത്ത് അവർക്ക് ആർക്കും മനസ്സിലാവണില്ല കാര്യങ്ങൾ. എന്നിട്ട് എന്താ ഗിരി, എന്തായാലും സ്ഥലം മാറ്റം എന്തെങ്കിലും കിട്ടിയോയെന്ന് ചോദിക്കുമ്പോൾ സ്ഥലം മാറ്റം അല്ല, സ്ഥാനമാറ്റം കിട്ടിയേക്കണം. ഇതുവരെ നന്ദനൊരു മകൻ സഹോദരന് മാത്രമായിരുന്നില്ലേ, ഇനി നന്ദനൊരു അമ്മാവനാവാൻ പോവുക. അതുപോലെ മേഡവും സാറും ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ആവാൻ പോവാന്ന്. അത് കേട്ടതും ഇവരാണെങ്കിൽ ആകെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്. ഇവരെന്താ ഈ പറയണതെന്ന് മനസ്സിലാവാത്ത രീതിയിൽ. അന്നേരം ഗിരി വീണ്ടും പറയുന്നുണ്ട്, സാറിനൊന്നും മനസ്സിലായില്ലേ, സാർ ഒരു മുത്തശ്ശനാവാൻ പോവാന്ന് പറഞ്ഞിട്ടൊന്ന് ചോദിക്കുമ്പം പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, നേരാണോ മോനെ, നീ പറഞ്ഞത് സത്യമാണോ, മോൾക്ക് വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉവ്വ, ഇന്നലെ അത് അറിഞ്ഞത്, ഇന്നെന്തായാലും ഹോസ്പിറ്റലിൽ പോയി അത് ഉറപ്പിച്ചിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചാൽ ഇന്നലെ തന്നെ പറയാണ്ടിരുന്നത്. രജനിക്ക് ഇന്നലെ തന്നെ പറയാൻ ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ ഞാനാ പറഞ്ഞ എന്തായാലും ഉറപ്പിച്ചിട്ട് നമുക്ക് എല്ലാവരോടും പറഞ്ഞാൽ മതിയെന്ന്. ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേന്ന് പറയുമ്പം പ്രഭാവതി ആണെങ്കിൽ ഓടി വന്ന് ഈ രജനീനെ കെട്ടിപ്പിടിച്ച് രജനിയുടെ നെറുകയിലൊരു മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേവികയും രജനീനെ കെട്ടിപ്പിടിച്ച് സന്തോഷം രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ദേവിക പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഈ സന്തോഷം ഒന്ന് ആഘോഷിക്കണം, അതിനുവേണ്ടി ഞാൻ ഇപ്പം തന്നെ ഒരു കേക്ക് ഓർഡർ ചെയ്യാമെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് നേരാ, നമുക്ക് ഈ സന്തോഷം നല്ലോണം തന്നെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം. മോള് പെട്ടെന്ന് തന്നെ ഒരു കേക്കിന് ഓർഡർ കൊടുക്കുന്നു. ആ സമയത്ത് ദേവിക കേക്ക് ഓർഡർ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പിന്നീട് നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ രജനീനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് മോൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് എന്താണെന്നൊക്കെ ചോദിക്കുമ്പം ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും തോന്നണില്ല അമ്മേ, മോൾക്ക് എന്ത് ഇഷ്ടമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി നന്ദൻ്റെ കൊടുത്തു വിട്ടേക്കാന്ന് പറയുമ്പോൾ ഗിരി പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല മേഡം, രജനിക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ അമ്മ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്കൊരു പേരക്കുട്ടി വരാൻ പോവാന്ന് അറിഞ്ഞതും അമ്മ ഇപ്പം നിലത്തൊന്നും അല്ല നിൽക്കണേ, ഭയങ്കര സന്തോഷത്തിലാണ്. രജനിയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നോക്കി രജനിയുടെ പുറകെ നടക്കില്ല എന്നെ അമ്മയുടെ പണി. ആ സമയത്ത് നന്ദനാണ് ഈ ഗിരീഷിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എന്നാലും ഗിരീഷേട്ടനൊരു അച്ഛനാവാൻ പോവല്ലേ, അതിൻ്റെ ഒരു പ്രത്യേക ചിലവ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണോട്ടോ എന്ന് പറയുമ്പം അതിൻ്റെ ചിലവല്ലേ ഇപ്പം നടക്കാൻ പോണത്, എന്തായാലും ഞാൻ അച്ഛനാവണത് മാത്രമല്ലല്ലോ, നീ അമ്മാവനും ആവാൻ പോവല്ലേ, ഇത് മാത്രം പോരാ, അധികം വൈകാതെ നീ ഒരു അച്ഛനാവും എന്നെ ഒരു അമ്മാവനാക്കുകയും വേണമെന്ന്. ആ സമയത്ത് നന്ദനാണെങ്കിൽ പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഗിരീഷേട്ടാ. പിന്നീട് സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയോട് വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും രജനി ഈ സന്തോഷ വാർത്ത കേൾപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് രജനിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ പ്രഭയെന്ന് ചോദിക്കുമ്പം അത് വേണം സിദ്ധു പോയി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടു പോകാമെന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ ഞാനെന്നാൽ പോയി ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ഗൗരിയുടെ സഹോദരനാണെങ്കിൽ ഗൗരിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ പ്രാവശ്യം ലീവിന് വരുമ്പം എന്തായാലും എൻ്റെയും ഷാരിയുടെയും വിവാഹം നടത്തണം, അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗൗരി അവരെ കണ്ട് സംസാരിച്ച് തീരുമാനമാക്കണം. ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട്, ഞാൻ ആദ്യം തന്നെ മുരളിയേട്ടനോട് പറയാം, എന്നിട്ട് മുരളിയേട്ടനും കൂടി ഞാൻ ഷാരികയുടെ വീട് വരെ ഒന്ന് പോകാം, എന്തായാലും അവരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഭാർഗവി വരുന്നുണ്ട്. ഭാർഗവിയെ കണ്ടതും ഗൗരി ഇതേ അമ്മ വന്നിട്ടുണ്ട്, അമ്മയ്ക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് ഫോൺ ഭാർഗവിക്ക് കൊടുക്കുന്നുണ്ട്. ഭാർഗവി ഫോൺ വാങ്ങിയതും എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ, നീ എന്നാ ഇനി നാട്ടിലേക്ക് വരണേന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ അടുത്ത് തന്നെ വരുന്നുണ്ട്, ആ കാര്യങ്ങൾ ഞാൻ ചേച്ചിയോട് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്, എല്ലാ കാര്യങ്ങളും ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി അതെല്ലാം ചേച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കിക്കോ എന്ന് പറയുന്നു. എന്നാൽ ഞാൻ വെച്ചേക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് ഭാർഗവി ചോദിക്കുന്നുണ്ട്, അവൻ എന്തിനാണ് ഗൗരി വിളിച്ചതെന്ന് ചോദിക്കുമ്പം വേറെ ഒന്നിനും അല്ല അമ്മേ, കല്യാണക്കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, അവൻ അടുത്ത് തന്നെ ലീവിൽ നാട്ടിൽ വരുന്നുണ്ട്, ആ സമയം അനുസരിച്ച് വിവാഹം നിശ്ചയിക്കാനാണ് അവൻ പറയണേ, അപ്പോൾ പിന്നെ വിവാഹത്തിന് വേണ്ടി ഒന്നും കൂടി വരില്ലല്ലോ എന്ന്. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, അതിനിപ്പോൾ ആ പെണ്ണ് ഇപ്പോഴൊന്നും വിവാഹം വേണ്ടാന്നും പറഞ്ഞ് നടക്കുകയല്ലേ, അല്ലെങ്കിൽ തന്നെ ആ പെണ്ണിന് ഇത്തിരി തണ്ടു കൂടുതലാണ്, ദേവികയെ കൂട്ട് അത്ര പാവമൊന്നുമല്ല, അത് ഇലക്ഷൻ സമയത്ത് എനിക്ക് നല്ലോണം മനസ്സിലായതാണ്. ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട്, അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നണതാണ്, എന്തായാലും ദേവിക നിൽക്കുമ്പോൾ ദേവിക ജയിക്കണമെന്നല്ലേ ഷാരി ആഗ്രഹിക്കുള്ളൂ എന്ന്. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തീരുമാനം എന്താ,
അതൊന്നുമില്ല അമ്മേ, എന്തായാലും മുരളിയേട്ടൻ വരട്ടെ. മുരളിയേട്ടൻ വന്നിട്ട് ഞാനും മുരളിയേട്ടനും കൂടി ദേവികയുടെ വീട്ടിൽ നേരിട്ട് ചെന്ന് ശാരികേനെയും അച്ഛനെയും അമ്മേനെയൊക്കെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. ഇനി അവൻ വന്ന് പോയി കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാൽ അവനക്ക് വന്നെങ്കിൽ അതുകൊണ്ട് ഈ പ്രാവശ്യം വരുമ്പോൾ കല്യാണം നടത്തിയിട്ട് പോകാമെന്ന് പറയാം. അവർ സമ്മതിക്കുമെന്ന് അറിയില്ല. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, അതിന് സമ്മതിക്കാൻ എന്താ ഇത്ര കുഴപ്പം? നമ്മൾ സ്ത്രീധനമൊന്നും ചോദിച്ചിട്ടില്ലല്ലോ, വിവാഹം നടത്തി തരാൻ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ ഒരു ചെക്കനെ കിട്ടണമെങ്കിൽ അവൾ തപസ്സിരിക്കണമെന്ന്. ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട്, എന്തായാലും മുരളിയേട്ടൻ വരട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന്. ഈ സമയത്ത് നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ വേഗം തന്നെ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് രജനി വന്നിട്ട് അമ്മ ഇവിടെ എന്തെടുക്കുകയെന്ന് ചോദിക്കുമ്പം, ഇന്ന് മോളെന്നെ ഒരു സന്തോഷ വാർത്ത അറിയിച്ച ദിവസമല്ലേ, ആ ദിവസമായിട്ട് കുറച്ച് മധുരം കഴിക്കണം, അതിനുവേണ്ടി ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കുക, മോൾക്ക് ഇഷ്ടപ്പെട്ട പായസം തന്നെ അമ്മ റെഡിയാക്കണേന്ന് പറയുമ്പം, ഇന്നലെ ഈ വിവരം അറിഞ്ഞതും ഗിരിയുടെ അമ്മ അവിടെ പായസം ഉണ്ടാക്കി തന്നിരുന്നു അമ്മയെന്ന് പറയുന്നു. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അത് അവരുടെ കടമ, ഇത് എൻ്റെ കടമയാണ്. എന്തായാലും എൻ്റെ മോള് ഒരമ്മയാവാൻ പോണതിൻ്റെ സന്തോഷം എനിക്ക് എത്രയാണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ ഒരു സന്തോഷമാണിത്. ഇത് നമ്മൾ ശരിക്കും ആഘോഷിക്കുക തന്നെ ചെയ്യും. എന്തായാലും ദേവിമോള് കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരുമ്പോൾ നമുക്ക് കേക്കൊക്കെ മുറിച്ച് ഒന്നുകൂടി ആഘോഷിക്കാമെന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ഗിരീഷിനും നന്ദനും ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പം പ്രഭാവതി പായസമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പായസം എടുത്ത് കുടിച്ചിട്ട് ഗിരി പറയുന്നുണ്ട്, പായസം കൊള്ളാം, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇന്നലെ വീട്ടിൽ അമ്മയും പായസം വെച്ചിരുന്നു. അങ്ങനെ അവർ പായസമൊക്കെ കുടിച്ച് കഴിയുമ്പം ഗിരി രജനിയോട് പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോയാലോ, അമ്മ നമ്മളെവിടെ കാത്തിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അതെന്ത് വർത്താന ഗിരീഷായി പറയണത്, ഇവിടെ കേക്കിന് ഓർഡർ കൊടുത്തേക്കല്ലേ, എന്തായാലും കേക്ക് വരട്ടെ, കേക്ക് മുറിച്ച് സന്തോഷമൊക്കെ പങ്കിട്ടിട്ട് അമ്മയ്ക്കൊരു കഷ്ണം കേക്കുമായിട്ട് ഇവിടുന്ന് പോകാം, അതുവരെ ഇവിടെ നിൽക്കുമെന്ന് പറയണം. ആ സമയത്ത് നമ്മളുടെ ദേവിക ഓർഡർ ചെയ്ത കേക്ക് ആ ഒരു ഡെലിവറി ബോയ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആ കേക്ക് വാങ്ങിയതും ദേവിക സിദ്ധാർത്ഥനെയും നന്ദനെയും ഗിരീഷിനെ എല്ലാവരെയും വിളിച്ചിട്ട് പറയുന്നുണ്ട്, കേക്ക് എത്തിയിട്ടുണ്ട്, എല്ലാവരും വാ, അച്ഛനും അമ്മയും എല്ലാവരും വാ, പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടാമെന്ന്. അങ്ങനെ ഗിരിയും രജനിയും കൂടി കേക്ക് മുറിച്ച് ആദ്യം തന്നെ ഗിരി ഒരു പീസ് കേക്ക് എടുത്ത് രജനിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് രജനി ഒരു കഷ്ണം കേക്ക് എടുത്ത് ഗിരിക്ക് കൊടുത്തിട്ട് ബാക്കി വരുന്ന കേക്ക് രജനി തന്നെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മുരളിയാണെങ്കിൽ വീട്ടിലോട്ട് വരുന്നുണ്ട്. മുരളിയെ കണ്ടതും ഗൗരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മുരളി പറയുന്നുണ്ട്, എന്തായാലും ഇനി ഇത് വെച്ച് താമസിപ്പിക്കണ്ട, നമുക്ക് ഇപ്പോൾ തന്നെ പോയി ദേവികയുടെ അച്ഛനോടും അമ്മയോടും ശാരികയോടും സംസാരിക്കാമെന്ന്. ആ സമയത്ത് ഭാർഗവി ചോദിക്കുന്നുണ്ട്, ഞാൻ വരണ മക്കളെന്ന് ചോദിക്കുമ്പോൾ, വേണ്ട അമ്മ വരണ്ട, ഞങ്ങൾ രണ്ടുപേരും പോയി കാര്യങ്ങൾ സംസാരിക്കാം, എന്തായാലും പോയി വന്നിട്ട് ദേവികയോട് പറയാമെന്നും പറഞ്ഞ് ഗൗരിയും മുരളിയും കൂടി പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ രാധികയും മാധവനും ശാരികയും കൂടി ഈ രജനി പ്രഗ്നൻ്റ് ആണെന്നുള്ള ആ ഒരു വിശേഷം അറിഞ്ഞിട്ട് ആ ഒരു സന്തോഷത്തിലിരിക്കുകയാണ്. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, രജനി ചേച്ചി ഒരമ്മയാവാൻ പോവുക, ഇനി ചേച്ചി എന്നായിരിക്കും ഒരമ്മയാവണേ, ചേച്ചി അമ്മയായിട്ട് വേണം ആ കുഞ്ഞിനെയൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് നടക്കാമെന്ന് പറയുമ്പം, ഇപ്പം എന്തായാലും മോള് തിരക്കിലല്ലേ, MLA ഒക്കെ അല്ലേ, ഈ സമയത്ത് ഒരു കുഞ്ഞുണ്ടാവുക എന്ന് വെച്ചാൽ അതിനെ നോക്കലും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും, എന്തായാലും ഇനിയിപ്പോൾ ഈ MLA സ്ഥാനം കഴിഞ്ഞിട്ടായിരിക്കും മോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്ന്. ആ സമയത്ത് മാധവൻ പറയുന്നുണ്ട്, അങ്ങനെ MLAയുടെ ഇത് നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ സമയം ഒരുപാട് വൈകും, പിന്നെ കുട്ടികൾ ഉണ്ടാവാനും ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്താണ് നമ്മളുടെ ഗൗരിയും മുരളിയും കൂടി അങ്ങോട്ട് കയറി ചെല്ലണേ. ഗൗരീനെയും മുരളീനെ കണ്ടതും, ആ നിങ്ങളായിരുന്നോ, ഇന്നൊരു സന്തോഷ വാർത്തയുള്ള ദിവസമാണെന്നും പറഞ്ഞ് ഇവർ വരുമ്പം എന്ത് സന്തോഷമാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവർ പറയുന്നുണ്ട്, അറിഞ്ഞില്ലേ രജനി ഒരമ്മയാവാൻ പോവാന്ന്. അത് കേട്ടതും നമ്മളുടെ ഗൗരിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുന്നുണ്ട്. ആ മുരളിയാണെങ്കിൽ അത് പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുമുണ്ട്. ആ സമയത്ത് രാധിക പറഞ്ഞത് മണ്ടത്തരമായി പോയി എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. പിന്നീട് പെട്ടെന്ന് വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് ഭാർഗവി എന്തെന്ന് ചോദിക്കുമ്പം, അമ്മ വീട്ടിലുണ്ട്, അമ്മയും കൂടി വരാമെന്ന് പറഞ്ഞതാ, പിന്നെ ഞങ്ങൾ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു, എന്തായാലും നിങ്ങൾ വന്നത് വെറുതെ വന്നതാണെന്ന് ചോദിക്കുമ്പം, അല്ല ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, ശാരികയുടെയും എൻ്റെ ആങ്ങളുടെയും കല്യാണത്തിൻ്റെ കാര്യം സംസാരിക്കാനാണ് വന്നത്, അവനടുത്ത് തന്നെ നാട്ടിലേക്ക് വരുന്നുണ്ട്, ആ വരുന്ന സമയത്ത് വിവാഹം നടത്താമെന്ന് അവൻ്റെ തീരുമാനം, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കണം. ആ സമയത്ത് രാധിക പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല, അവൻ്റെ സൗകര്യത്തിനല്ലേ വരാൻ പറ്റുള്ളൂ, ഇനി വന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ലീവ് കിട്ടൂലായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ ഗൗരി പറയുന്നുണ്ട്, ഇനി വന്നു പോയാൽ 2 വർഷം കഴിയാതെ ലീവ് കിട്ടൂല, അതുകൊണ്ട് ഈ ലീവിന് തന്നെ വിവാഹ
വിവാഹം നടത്താമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പം രാധിക പറയുന്നുണ്ട് അതിന് ശാരികയുടെ പഠിത്തം കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം അതിനെന്താ വിവാഹം കഴിഞ്ഞാലും പഠിക്കാമല്ലോ, അതവൻ നേരത്തെ തന്നെ പറഞ്ഞേക്കണേ അല്ലേ എന്ന് പറയുന്നു. ആ സമയത്ത് ഈ രാധികയാണെങ്കിൽ ശാരികയുടെ നേരെ നോക്കുന്നുണ്ട്. എന്നിട്ട് മുരളി ചോദിക്കുന്നുണ്ട് എന്താ ശാരികയ്ക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ശാരിക പറയുന്നുണ്ട് ഞാൻ പറയണത് കൊണ്ട് മുരളിയേട്ടന് വിഷമമൊന്നും തോന്നരുത്, എനിക്കിപ്പോൾ ഒരു വിവാഹത്തിന് താല്പര്യമില്ല, ഞാൻ പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിയതിന് ശേഷമേ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ. ആ സമയത്ത് മുരളി പറയുന്നുണ്ട് അതിന് ശാരിക പഠിക്കണേനൊന്നും അവനക്കൊരു എതിർപ്പുമില്ല, പഠിത്തം കഴിഞ്ഞാൽ അവൻ തന്നെ നിന്നെ ദുബായി കൊണ്ടുപോയി ജോലിയും വാങ്ങി തരും, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല. മിക്ക പെൺകുട്ടികളും വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ പഠിപ്പിക്കാമെന്നും പറഞ്ഞ് വിവാഹത്തിന് തയ്യാറാവും, അത് കഴിയുമ്പോൾ അവർ പഠിക്കാനൊന്നും വിടില്ല, പിന്നെ ആ പെൺകൊച്ചുങ്ങളുടെ ജീവിതം പോകും. അതുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ പഠിത്തമൊക്കെ തീർന്ന ഒരു ജോലിയൊക്കെ ആയിട്ട് വിവാഹം കഴിക്കണുള്ളൂ, അതുവരെയും കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ വിവാഹം നടത്താം, ഇല്ലെങ്കിൽ ഗൗരി ചേച്ചിയുടെ ആങ്ങളേനോട് വേറെ ഏതെങ്കിലും പെൺകുട്ടീനെ കണ്ടെത്തി വിവാഹം കഴിച്ചോളാൻ പറയുന്നത്. അത് കേട്ടത് നമ്മളുടെ ഗൗരിയും മുരളിയും അതുപോലെ രാധികയും മാധവനൊക്കെ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.